ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിൽ ഇന്നും നാളെയുമായിട്ട് നടക്കാൻ പോകുന്ന 4 കിടിലൻ മത്സരങ്ങളെ കുറിച്ചാണ്. മത്സരത്തിൽ ആരൊക്കെ റമോൺടാഡെ അടിച്ച് അടുത്ത റൗണ്ടിലേക്ക് സെമി ഫൈനലിലേക്ക് കടക്കും, അതേപോലെ ആരൊക്കെ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ഇന്ന് രാത്രി അഥവാ നാളെ പുലർച്ചയ്ക്ക് 12:30 നടക്കാൻ പോകുന്ന മത്സരത്തിൽ ബാഴ്സലോണ അത്ലറ്റികോ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ടാണ് നേരിടാൻ പോകുന്നത്. 2-0 ബാഴ്സലോണ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഇനി ഒരു റമോൺടാഡ അടിക്കുക എന്നുള്ളത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ലിവർപൂൾ വിസസ് PSG, ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ട് ആയ ആൻഫീൽഡിലാണ് PSG ലിവർപൂളിന് നേരിടാൻ പോകുന്നത്. 2-0 PSG ജയിച്ചിട്ടാണ് അവിടെ ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടിലേക്ക് വരാൻ പോകുന്നത്. അപ്പോ നാളത്തെ മത്സരത്തിൽ റെഹാനും എന്തായിരിക്കും നാളത്തെ കളിയെ കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റികോ മാഡ്രിഡ് മത്സരത്തെ കുറിച്ചാണ്. അപ്പോ ബാഴ്സലോണ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സംശയമില്ല. കാരണം അവരുടെ ഏത് സോഷ്യൽ മീഡിയ പേജ് എടുത്ത് നോക്കിയാലും ആദ്യം അവസാനം 99% ഫെയ്ത്ത്, 1% ചാൻസ്. അതൊക്കെ പഴയ കാര്യങ്ങളാണ്. അത് പറഞ്ഞ കാര്യം നമ്മൾ ഇതേപോലെ കോപ്പ ഡെൽ റേയിൽ ആ സെമി ഫൈനലിൽ 4-0 പരാജയപ്പെട്ട് വീണ്ടും സെക്കൻഡ് ലെഗിൽ വന്നിട്ട് 3-0 വിജയിച്ചു എന്നുള്ള കാര്യമാണ്. പക്ഷെ അപ്പോഴും ഒരു ഗോളിന്റെ ഇതില് അവര് ആ ഒരു കോപ്പ ഡെൽ റേയിൽ നിന്ന് സെമി ഫൈനലിൽ പുറത്താവുകയാണ്, ആ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് പുറത്താവുക ഉണ്ടായത്. അപ്പൊ അന്ന് ഗംഭീര കളിയെ കളിച്ച ബാഴ്സലോണ കളിച്ചില്ല എന്ന് പറഞ്ഞില്ല. അതേപോലെ ഇപ്പൊ 2-0 മാർജിനേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ അത്ലറ്റികോ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ട് ആണ്. അപ്പൊ നാളത്തെ കളിയിൽ ആര് ജയിക്കും, എത്ര ഗോളിന്? എന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ ജയിക്കും 3-0. അതും മെട്രോപൊളിറ്റാനിൽ പോയിട്ട് അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ മെട്രോപൊളിറ്റാനിൽ പോയിട്ട് സംഭവിക്കാതെ ക്യാമ്പ് നൂവിലാണ് സംഭവിച്ചത്. മെട്രോപൊളിറ്റാനിൽ സംഭവിക്കാന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം തന്നെയല്ല. നമ്മള് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത്ലറ്റികോ മാഡ്രിഡ് അവസാന മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ മൂസോ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഒഴിച്ച് ബാക്കി ഒരു പ്ലേയേഴ്സ് ഇറക്കാതെ എല്ലാവർക്കും റെസ്റ്റ് കൊടുത്തിട്ടാണ് ടീമില് ലീഗ് മത്സരത്തിൽ അതിൽ ജിറോണയോടല്ല സെവില്ലിയോട് അവർ പരാജയപ്പെടുന്നു. 2-1 പരാജയപ്പെട്ടു. അവർക്ക് ലീഗ് കാര്യമില്ല. കാരണം ചാമ്പ്യൻസ് ലീഗിൽ അടുത്ത വർഷം എങ്ങനെ ക്വാളിഫിക്കേഷൻ കിട്ടിയാൽ മതി. ഈ ചാമ്പ്യൻസ് ലീഗ് നല്ലോണം പൊരുതി മത്സരിച്ച് എങ്ങനെയെങ്കിലും കപ്പ് തൂക്കണം. സെമിഫൈനൽ അതും ഓൾറെഡി 2-0 ലീഡ് ഉണ്ട്. അത് ബാഴ്സലോണ ഹോം ഗ്രൗണ്ടിൽ പോയിട്ടാണ് അവർ ജയിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോ അവർ അവസാന മത്സരത്തിൽ അവസാന 5 മത്സരം കഴിഞ്ഞാൽ അവർ ആ ഒരു മത്സരം വിജയിച്ചിട്ടുള്ളൂ. പിന്നെ ബാഴ്സലോണ കാര്യം നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ കാറ്റലൻ ഡെർബി എസ്പാനിയോളിനോട് 4-0 വിജയിച്ചിട്ടാണ് അവർ വരുന്നത്. അവര് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ടീമിന്റെ ഒരു പ്ലെയർക്ക് ആകെ പരിക്കുണ്ട്, റഫീനി ഇല്ല, അതേപോലെ തന്നെ അതെ, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയിട്ടും ആ ഒരു കോച്ച് ഹൻസി ഫ്ലിക്ക് എന്ന കോച്ച് യമാലിനെയും പെഡ്രിനെയും ഒക്കെ ഫുൾ ടൈം കളിപ്പിച്ചിട്ടാണ് അവര് വിട്ടിരിക്കുന്നത്. അപ്പോ എന്തായാലും പൊരുതാൻ കുറച്ച് തന്നെ ആയിരിക്കും. അപ്പോ യമാല് വാർത്താ സമ്മേളനത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പരമാവധി നമ്മൾ ശ്രമിക്കും. ആ ഒരു 18-കാരന്റെ ആ ഒരു ചുമലിലേറ്റിട്ടാണ് നാളെ ബാഴ്സലോണ അത്ലറ്റികോ മാഡ്രിഡിന്റെ മൈതാനത്ത് ഇറങ്ങുക. അതേപോലെ തന്നെ അത്ലറ്റികോ മാഡ്രിഡിന്റെ ഗ്രൗണ്ടിനെ കുറിച്ച് ഹൻസി ഫ്ലിക്ക് എന്തിനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നൊക്കെ ഉള്ള റൂമേഴ്സുകളൊക്കെ വരുന്നുണ്ട്. എന്താ പറയുക, അവിടെ അത്രയും പുല്ലും അത്രയും ആയിട്ടുള്ള ഒരു സർവീസ് ആണ്. അത് കാരണമാണ് നമ്മളെ അവയിൽ വരുന്ന ടീംസ് ടോട്ടനാം, പിന്നെ പിന്നെ ബാഴ്സലോണയും 4-0 തോറ്റു. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു അഡാപ്റ്റ് ആയിട്ടുള്ള പിച്ചി കളിക്കുമ്പോ മറ്റുള്ളവർക്ക് വന്നിട്ട് കളിക്കാൻ പറ്റില്ല. കാരണം അവിടെ എക്സ്ട്രാ വെള്ളമൊക്കെ ഇടുന്നത് റൂമർ വരുന്നുണ്ട്. കാരണം ഗ്രാസ് അങ്ങനത്തെ ടൈപ്പ് ആണ്, ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആണ്, ഇതാണ് ഇത് മറിച്ചാണ് ഒക്കെ പറയുന്നത്. ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടാവും. അപ്പൊ അവര് അതിനനുസരിച്ചുള്ള പിച്ചാണ് റെഡിയാക്കുക. അങ്ങനെ വരുമ്പോൾ ഓൾറെഡി ബാഴ്സലോണ അവിടെ കളിച്ചു. രണ്ടാമത്തെ ലീഗിൽ കളിയുണ്ടായത് 2-1 അവർ വിജയിച്ചു. അപ്പോഴും ഗൂലിയൻ ആൽവാരസിനും ലുക്മാനെയൊക്കെ അവർ കുറച്ച് പേരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് കളിച്ചത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നാളെ ഒരു കിടിലൻ മത്സരമായിരിക്കും. ശരിക്കും പറഞ്ഞാല് ബാഴ്സലോണ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്കയ്ക്കെതിരെ നടന്ന മത്സരം, അല്ലെങ്കിൽ ഇന്റർ മിലാന്റെ സെമി ഫൈനലിൽ ഉണ്ടായ മത്സരം, അങ്ങനത്തെ ഒരു എന്താ പറഞ്ഞാല് കാണികളെ മൂലയിൽ നിർത്തിക്കൊണ്ടിട്ട് ആരായിരിക്കും ജയിക്കുക, ആരായിരിക്കും പുറത്തു പോവുക എന്നുള്ള സിറ്റുവേഷൻ വന്നിട്ട് ബാഴ്സലോണ 3 ഗോൾ അടിക്കും, അത്ലറ്റികോ മാഡ്രിഡ് 1 ഗോൾ അടിക്കും, എക്സ്ട്രാ ടൈമിലേക്ക് വരും, ചിലപ്പോൾ പെനാൽറ്റി ആയിരിക്കും, ചിലപ്പോ ബാഴ്സലോണ അടിച്ചിട്ട് അടുത്ത ഒരു 100% അങ്ങനെ ഒരു കളി തന്നെ ആയിരിക്കും. നിങ്ങളുടെ കോൺസെപ്റ്റ്. അതെ, അങ്ങനെ ആയിരിക്കും നാളത്തെ കളി എന്നുള്ള കാര്യത്തിൽ. അല്ലെങ്കിൽ നല്ലൊരു മാർജിന് അത്ലറ്റികോ മാഡ്രിഡ് നിലം പരിശാക്കിയിട്ട് ബാഴ്സലോണ അടുത്ത റൗണ്ടിൽ കയറും. അതാ നീ പറഞ്ഞ 3-0 ജയിക്കണം. അങ്ങനെയൊക്കെ നാളെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഓരോ ബാഴ്സ ആരാധകരെ പോലെ ഞാനും. അപ്പോ എന്തായിരിക്കും നിങ്ങളുടെ പ്രഡിക്ഷൻ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോ അടുത്ത മത്സരം എന്ന് പറഞ്ഞാല് ഇതിനേക്കാളും ഗംഭീരമായിട്ട് ചൂടേറി, എന്താ പറഞ്ഞാല് ഫുട്ബോൾ പ്രേമികൾ കൂടുതൽ കാണുന്ന നാളത്തെ ആ മത്സരമായിരിക്കും. കുറെ പേര് റയൽ മാഡ്രിഡ് ബാഴ്സ ഫാൻസ് എന്തായാലും ബാഴ്സലോണ കളി കാണും. എന്താ പറഞ്ഞാല് റയൽ മാഡ്രിഡിന് നാളെ കളിയുള്ളത് കൊണ്ട് അപ്പൊ അവരിന്ന് എന്തായാലും രാത്രി
ഒരു ഇതിലൂടെ ജയിച്ചു കഴിഞ്ഞാല് എന്തായാലും അവർക്ക് റമോണ്ടാടെ അടിച്ച പറ്റുള്ളൂ പറഞ്ഞ പിന്നെ തോറ്റ പിന്നെ കുഴപ്പമില്ല. അവര് തോറ്റാണെങ്കിൽ നിങ്ങൾ തോറ്റി ഞങ്ങൾ തോറ്റി, അത്രേ ഉള്ളൂ. അങ്ങനെ കൂളായിട്ടിരിക്കാന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ റയൽ മാഡ്രിഡ് ആണ് അതൊക്കെ നോക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അടുത്ത മത്സരം പറഞ്ഞിട്ട് അടുത്ത മത്സരത്തേക്ക് വരികയാണെങ്കിൽ ലിവർപൂൾ വിസസ് PSG. ലിവർപൂൾ 2-0 PSG ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് പരാജയപ്പെട്ടാ വന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവിടെ പോയിട്ട് ലിവർപൂൾ ഒന്നും ചെയ്തില്ല എന്ന് തന്നെ പറയാം. 0 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, 3 ടാർഗറ്റ് ഷോട്ട് എടുത്തിട്ടുള്ളൂ, അതിൽ 0 ഓൺ ടാർഗറ്റ് ആണ്. അങ്ങനെ വളരെ എന്താ പറയാ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് എടുത്തത്. എന്താ പറഞ്ഞാൽ PSG എന്ന് പറയുന്ന ഒരു ടീം എന്ന് പറഞ്ഞാൽ കളിക്കാൻ പറഞ്ഞാൽ അവര് പരമാവധി 10 അറ്റാക്ക് എടുക്കണമെങ്കിൽ അതിലൊരു 1-2 ഗോൾ സ്കോർ ചെയ്യും. അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ പ്രകൃതമാണ് പരമാവധി ഡിഫൻസും അതേപോലെ അറ്റാക്കിങ്ങിലും മിഡുമായിട്ട് ഗ്രൗണ്ട് നിറഞ്ഞ് കളിക്കുന്ന ടീമാണ്. അപ്പൊ അതിനെതിരെ പാർക്ക് ചെയ്തിട്ട് ഗോളൊന്നും വഴങ്ങാതെ PSG എന്ന് ആൻഫീൽഡിലേക്ക് വരും. ആൻഫീൽഡ് 1-2 ഗോൾ അടിച്ച് ജയിച്ചിട്ട് അടുത്ത സെമിഫൈനലിൽ കയറാന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് PSG 2 ഗോൾ ഇട്ട് കൊടുത്തിട്ടാണ് അവരുടെ പറഞ്ഞു വിട്ടത്. ഇനി ആൻഫീൽഡാണ്. ആൻഫീൽഡ് എന്താ സംഭവിക്കുക? ആൻഫീൽഡിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അതിന് മുമ്പായിട്ട് മെയിൻലി പറയാനുള്ള കാര്യം ലിവർപൂളിന് പറ്റിയ സംഭവം എന്താന്ന് വെച്ചാൽ പുതിയ പ്ലെയേഴ്സും പഴയ പ്ലെയേഴ്സും ആയിട്ട് മിങ്കിളാണല്ല ടീം അങ്ങോട്ട് ഒരു ഇത്. ഈ സീസണില് അവർക്ക് അടിതെറ്റിയിരിക്കുന്ന 5ാം സ്ഥാനത്ത് 6ാം സ്ഥാനത്തേക്കാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ ചാമ്പ്യൻസ് ലീഗിലാണ് ഇങ്ങനെ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നാളത്തെ കളിയിൽ എന്തായിരിക്കും റിസൾട്ട്? ആര് ജയിക്കും? എത്ര ഗോൾ? നാളത്തെ കളി എന്തായാലും ആൻഫീൽഡ് വെച്ചാണ്. പക്ഷെ ആൻഫീൽഡ് വെച്ച് നോക്കുമ്പോഴും എന്തായാലും ലിവർപൂള് ഒരു ഇത് എഫക്റ്റ് പോലും കാണിക്കാതെ ആ PSG പോയിട്ട് 0 ഓൺ ടാർഗറ്റ് വെച്ച. അല്ല, അവിടുത്തെ അവരുടെ ഒരു ഇത് തന്നെയായിരുന്നു. അവിടെ പോയിട്ട് പരമാവധി ഗോള് വഴങ്ങല്, അതേപോലെ വഴങ്ങണി തന്നെ 1-2 ഗോളിൽ നിൽക്കുക. ഇവിടെ ഒന്ന് റമോണ്ടാടെ അടിക്കാം. പണ്ട് ബാഴ്സലോണയ്ക്കൊക്കെ അടിച്ചില്ല, അതേപോലെ അടിക്കാന്നുള്ള പരിപാടി. പക്ഷെ ഇത് ബാഴ്സലോണയല്ല, PSG ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. മാത്രമല്ല PSG ഏറ്റവും ബെസ്റ്റ് സീസൺ ആണ് ലാസ്റ്റ് സീസൺ. അതേ സ്ക്വാഡ് വെച്ചിട്ട് വരുമ്പോ ഇവര് കുറച്ചും കൂടി അറ്റാക്കായിട്ട് കളിച്ച. ഈ സീസണിലും അവര് അവിടേക്ക് എത്തിക്കും. ഇങ്ങനെ ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കും. അവര് ഫ്രഞ്ച് കപ്പ് മാത്രം പുറത്തായിട്ടുണ്ട്. അപ്പൊ ഫ്രഞ്ച് ലീഗിലും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇടയ്ക്കൊക്കെ കാലണ്ടറിൽ പോയിട്ടുണ്ട്. അതേപോലെ ഇവിടെ സ്പോർട്ടിംഗ് സിപ്പായിട്ടൊക്കെ തോറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് മുകളിലേക്ക് മെല്ലെ ആ ഒരു ഇത് കളിച്ചിപ്പോ ആ ഒരു പഴയ ഫോമിലേക്ക് കഴിഞ്ഞ സീസണിലെ പോലെ അവരുടെ പരുക്കളൊക്കെ മാറി പ്ലേയേഴ്സ് ഒക്കെ ഫുൾ സ്കോഡ് ഡെപ്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ ആര് ജയിക്കും? എന്റെ ഒരു പ്രൊഡിക്ഷൻ നോക്കുകയാണെങ്കിൽ റമോണ്ടാടെ ഉണ്ടാവോ? ഇല്ല. അപ്പോ എന്റെ പ്രൊഡിക്ഷൻ നോക്കുകയാണെങ്കിൽ PSG 2-1 ജയിക്കും. 2-1 ജയിക്കും. അങ്ങനെ അവര് സെമിഫൈനലിലേക്ക് പോകും. അപ്പൊ 2-1 ജയിക്കുകയാണെങ്കിൽ PSG 4-1 അഗ്രിഗേറ്റില് അല്ലേ? അപ്പോ എന്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ PSG 3-2 വിജയിച്ചിട്ട് അടുത്ത റൗണ്ടിലേക്ക് കയറുന്നതാണ്. 5-2 അഗ്രിഗേറ്റ്. 5-2 അഗ്രിഗേറ്റ്. 3 അത് പറഞ്ഞാൽ PSG എവേ ഹോം ഒന്നുമല്ല. അവര് പരമാവധി ആദ്യം കുറച്ച് ഡിഫെൻഡ് ചെയ്യും, പിന്നെ ഗോൾ കിട്ടിയ പറക്കും അവര് ഫ്രണ്ടിലേക്ക്. അതെ, അപ്പൊ അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതായിരിക്കും വരാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ പ്രഡിക്ഷൻ PSG ഓർ ലിവർപൂൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോ അടുത്ത മത്സരത്തെ കുറിച്ച് സംസാരിക്കാൻ വരികയാണെങ്കിൽ നാളെ രാത്രി അഥവാ മറ്റന്നാൾ പുലർച്ചെ നടക്കാൻ പോകുന്ന മത്സരമാണ് ബയൺ മ്യൂണിക് വിസസ് റയൽ മാഡ്രിഡ്. ബയൺ മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടായ അലയൻസ് അരേനയിൽ വെച്ച് നടക്കാൻ പോകുന്ന മത്സരത്തിൽ 2-1 അഗ്രിഗേറ്റ് ആണ് ബയൺ മ്യൂണിക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഒരു തീപ്പാറിയ പോരാട്ടം തന്നെയായിരിക്കും. എന്തായാലും റയൽ മാഡ്രിഡ് പറയുന്നുണ്ട് നമ്മൾ റമോണ്ടാടെ അടിക്കുന്നത്. ബാഴ്സലോണ റമോണ്ടാടെ അടിച്ചിട്ട് വരികയാണെങ്കിൽ ഇവിടെ റയൽ മാഡ്രിഡ് എന്തായാലും റമോണ്ടാടെ അടിച്ചേ പറ്റത്തുള്ളൂ. എന്താ പറഞ്ഞാല് അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളുടെ കിടപ്പ്. എന്താ പറഞ്ഞാൽ ബാഴ്സ ഇവിടെ ജയിക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഫാൻസിന് ഉറപ്പുണ്ടാവില്ല. അവരെന്തായാലും റമോണ്ടാടെ അടിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. റയൽ മാഡ്രിഡിന്റെ ഫാൻസും അതിന്റെ കൂടെ ഇരുന്ന് കാത്തിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ടീം റമോണ്ടാടെ അടിക്കാണ്ടിരുന്നാൽ എതിർ ടീമിന്റെ ഫാൻസുകളുടെ ട്രോളുകളും അതേപോലെ കുത്തുവാക്കുകളും കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നാളത്തെ മത്സരം ബാഴ്സ തോൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടായിരിക്കും റയൽ മാഡ്രിഡ് ഫാൻസുകാർ കളി കാണുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താ പറഞ്ഞാൽ ബാഴ്സ തോറ്റു, നമ്മൾ തന്നെ കുഴപ്പമില്ല. അപ്പൊ നാളത്തെ മത്സരത്തിൽ എന്തായിരിക്കും റിസൾട്ട്? ആരായിരിക്കും ജയിക്കുക? എന്താ കളിയെ കുറിച്ച് പറയാനുള്ളത്? കളിയെ കുറിച്ച് പറയാന്ന് വെച്ചാൽ അലയൻസ് അരീനയാണ് ചുവന്ന ചോരപ്പടം തന്നെ പറയണം. അലിയൻസ് അരീനയിലെ ബയൺ മ്യൂണിച്ച് സ്റ്റേഡിയം. അപ്പോ എന്തായാലും റയൽ മാഡ്രിഡ് എന്തായാലും പൊരുതും. പക്ഷെ പൊരുതിയത് ലാസ്റ്റ് വേസ്റ്റ് ആയിപ്പോകും. കാരണം ബയൺ മ്യൂണിച്ച് 2-1 അങ്ങനെ സെമിഫൈനലിലേക്ക് കടക്കും. അപ്പൊ ബയൺ മ്യൂണിക്ക് നാളെ ഒരു തീപ്പാറി പോരാട്ടം ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും 2-1. അപ്പൊ അഗ്രിഗേറ്റ് നോക്കുകയാണെങ്കിൽ 3-2 അവര് കയറുന്നുള്ളതാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ നാളെ നോക്കുകയാണെങ്കിൽ 3-1 അല്ലെങ്കിൽ 3-2 റയൽ മാഡ്രിഡ് പരാജയപ്പെടും. ബയൺ മ്യൂണിക്ക് തന്നെ ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. അലയൻസ് അരീനയിൽ പോയിട്ട് ഒരു റമോണ്ടാടെ അതെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിട്ട് ബയൺ മ്യൂണിക്ക് കയറും അടുത്ത റൗണ്ടിലേക്ക്. 3-2 ബയൺ മ്യൂണിക്ക് ജയിക്കുന്നതിന് ഞാനെങ്കിലും ഒന്ന് പൊടിക്ക് വലിച്ചിട്ടാ പറയുന്നത്. നിങ്ങൾ നേരെ അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അലയൻസ് അരീനയിൽ ഇപ്പൊ കുറച്ച് പണി തന്നെയാണ്. അപ്പോ ഇനിയിപ്പോ വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ബാഴ്സലോണ സെക്കൻഡ് ഹാഫിൽ അറ്റ്ലറ്റികോ മാഡ്രിഡിനെതിരെ സെക്കൻഡ് ഹാഫ് എന്ത് കളിയാണ് കളിച്ചത് ആ 10 പേര് വെച്ചിട്ട് ആ കളി നാളെ മെട്രോപൊളിറ്റൻ എടുക്കുകയാണെങ്കിൽ അവർ കംബാക്ക് അടിക്കും. അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് ഇവിടെ അവിടെ കളിച്ച് ബയണിന്റെ എതിരെ കളിച്ച്
സെക്കൻഡ് സെക്കൻഡ് ഹാഫ് കളിച്ച ഹാഫ് കളി, ആ ഒരു കളി അതായത് ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡ് ഫുള്ള് പതറി ആകെ എന്തോ ഒരു പേടിയിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഉണർന്ന് കളിച്ചു, ഭയങ്കരമായിട്ട് ചാൻസുകൾ ചെയ്യാൻ പറ്റും. മാനുവൽ ന്യൂയർ എന്ന 40-കാരനായ ഗോൾ കീപ്പറിന് മുന്നിലാണ് റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടത്. അതിൽ യാതൊരു സംശയമില്ല, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ അങ്ങനെ കളിക്കുകയാണെങ്കിൽ രണ്ട് ടീമും ബാഴ്സലോണയും റയൽ മാഡ്രിഡും അങ്ങോട്ട് എന്താണ് റെമോണ്ടാടെ അടിച്ചിട്ട് അടുത്ത റൗണ്ടിലേക്ക് കയറുന്നുള്ള കാര്യം സംശയമില്ല. ഞാൻ പ്രഡിക്ഷൻ പറഞ്ഞല്ലോ 3-2 ബയൺ മ്യൂണിക്ക് ജയിക്കുന്നതാണല്ലോ പറഞ്ഞത്. അപ്പോ അങ്ങനെ ബയൺ മ്യൂണിക്കിനെ മറികടന്ന് റയൽ മാഡ്രിഡ് അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഞാനൊന്നും പറയാനില്ല, ചാമ്പ്യൻസ് ലീഗ് അങ്ങോട്ട് എടുത്തു കൊടുത്താൽ റയൽ ഫാൻസ് വന്ന് കമന്റ് ചെയ്യാം അല്ലേ. അപ്പോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ചാമ്പ്യൻസ് ലീഗ് എടുത്ത് കൈ തരും റയൽ മാഡ്രിഡിന്. പിന്നെ അവർ പിടിച്ചാൽ കിട്ടൂല. എന്താ പറഞ്ഞാൽ ഇത് ചാമ്പ്യൻസ് ലീഗാണ്, റയൽ മാഡ്രിഡ് ആണ്. അപ്പോ അങ്ങനെയാണ് കളിയത്. അപ്പോ എന്താ പറഞ്ഞാല് ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ അവസാനത്തെ മത്സരം എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാല് ബെല്ലിംഗ്ഹാമും എംബാപ്പെ എല്ലാവരും കൂടി ഇറങ്ങിയ മത്സരങ്ങളൊക്കെ റയൽ മാഡ്രിഡിന് പണിയാണ്. അതേ ഒരു പേടിയുള്ളൂ. എന്താണ് ലീഗിൽ 5 മത്സരങ്ങൾ കണ്ടിന്യൂസ് ജയിച്ചു വന്നു. ബെല്ലിംഗ്ഹാമും എംബാപ്പയൊക്കെ തിരിച്ചു വന്നു. സ്ക്വാഡ് ഡെപ്ത് ഒക്കെ ഫുള്ളായി വന്നപ്പോ കയ്യിന്ന് പോയി. സിറ്റി ആയിട്ടുള്ള മത്സരത്തിൽ ആരാണ് കളിക്കാനുണ്ടായിരുന്നത്? വാൽവേർഡെയാണ് 3 ഗോളൊക്കെ അടിച്ച് വിജയിപ്പിച്ചത്. അപ്പോ ഫുൾ ടീമും എംബാപ്പയും ബെല്ലിംഗ്ഹാമൊന്നും വേണമെന്നില്ല. റയൽ മാഡ്രിഡ് ആയിട്ട് ആ വെള്ള ജേഴ്സിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ വാൽവേർഡ് ചിലപ്പോൾ എംബാപ്പെ ആവും, അതേപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ ചിലപ്പോൾ ബെല്ലിംഗ്ഹാം ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് റയൽ മാഡ്രിഡിന്, അതും ചാമ്പ്യൻസ് ലീഗ് ആകുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ റയൽ മാഡ്രിഡ് ഫാൻസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. എത്ര ഗോൾ ജയിക്കുന്നത് റമോണ്ടാടെ ഉണ്ടെങ്കിൽ റമോണ്ടാടെ ഉണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ നോക്കാം. അപ്പോ അടുത്ത മത്സരമായ സ്പോർട്ടിംഗ് CP വിസസ് ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരമാണ്. എന്തായിരിക്കും ഈ കളിയെ കുറിച്ച് പറയാനുള്ളത്? എന്താ കാരണം എന്ന് പറഞ്ഞാല് 1-0 കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടാണ് അവര് സ്പോർട്ടിംഗ് CPയുടെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ ആഴ്സണൽ എമിറേറ്റ്സിലേക്ക് വന്നത്. എമിറേറ്റ്സിൽ സ്പോർട്ടിംഗ് CPക്ക് അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. എന്താ പറയാ, എന്തായിരിക്കും നാളത്തെ കളി? എന്തായാലും രണ്ടുപേരും പൊരുതും, രണ്ടുപേരും പൊരുതിയേ പറ്റത്തുള്ളൂ. പൊരുത്തണല്ലോ, ഇത് ചാമ്പ്യൻസ് ലീഗ് ആണ്. അടുത്ത റൗണ്ടിൽ കളിക്കാൻ ക്വാർട്ടർ ഫൈനലാണ്, സെമി ഫൈനലിൽ കളിക്കാൻ പൊരുത്തിയേ പറ്റും. ഈ കാര്യം പറയണെങ്കിൽ ക്ഷമിക്കണം, ഞാൻ സ്പോർട്ടിംഗ് CPന്റെ സൈഡിൽ നിൽക്കണം. സ്പോർട്ടിംഗ് CP 1 ഗോൾ മാർജിനിൽ അങ്ങോട്ട് ജയിക്കുന്നതാണ്. 1 ഗോൾ നേരത്തെ നീ അവിടെ ഇന്ന് പറയുന്നത് 2-0 ജയിക്കുന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അതെ തന്നെ 2-0 1 ഗോൾ മാർജിൻ അഗ്രിഗേറ്റ് 1 ഗോളിന്റെ അഗ്രിഗേറ്റിൽ ജയിക്കുന്ന. അപ്പോ അതും എമിറേറ്റ്സിൽ വന്നിട്ട് ആഴ്സണലിനെതിരെ. ആഴ്സണലിൽ ഇപ്പോ ലീഗിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. FA കപ്പില് അവര് പുറത്തായി, അതേപോലെ കരബാവ് കപ്പില് എന്താണ് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് തോറ്റുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ചാമ്പ്യൻസ് ലീഗില് എമിറേറ്റ്സിൽ വന്നിട്ട്, എമിറേറ്റ്സിൽ അവസാന മത്സരത്തിൽ എമിറേറ്റ്സിലാണ് ഇവര് സണ്ടർലാൻഡ് അല്ല ബോൺമൗത്ത് പരാജയപ്പെടുത്തിയ 2-1 കാര്യമാണ്. ആ കളികളൊക്കെ സ്പോർട്ടിംഗ് CPയുടെ കോച്ച് കാണുന്നുണ്ടാവും. ആഴ്സണലിന്റെ സെറ്റ് പീസ് വർക്ക് ആവുന്നില്ല, മിഡ്ഫീൽഡിൽ നിന്ന് ത്രൂ പാസുകൾ വർക്ക് ആവുന്നില്ല, അവരുടെ കൗണ്ടർ വർക്ക് ആവുന്നില്ല, അവരുടെ പ്രസിംഗ് വർക്ക് ആവുന്നില്ല. ആകെ അടമുടലും മൂഞ്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തില് 3-1 സ്പോർട്ടിംഗ് CPനെ അടിച്ചിട്ട് അവര് അടുത്ത റൗണ്ടിലേക്ക് കയറും. ഈ ഒരു എന്താ പറഞ്ഞാൽ ഇവിടെ പെപ്പില്ലടോ, ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റി ഇല്ല മേടിക്കുക, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗോ കരകപ്പോ അല്ലെങ്കിൽ FA കപ്പ് ഒന്നും അല്ല. ഇവിടെ പെപ്പില്ല. ഇവിടെ പെപ്പിനെയൊക്കെ നേരത്തെ പുറത്തിട്ടുകൊണ്ട് ഇവിടെ ധൈര്യമായിട്ട് കളിക്കും. അവര് അടുത്ത റൗണ്ടിലേക്ക് എന്തായാലും കയറി വരും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോ ചാമ്പ്യൻസ് ലീഗിൽ അവര് ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആയിക്കോട്ടെ 9 പോയിന്റ് ലീഡ് ഉണ്ടായിരുന്നു. ആ ലീഡൊക്കെ കളഞ്ഞിപ്പോ ആകെ 6 പോയിന്റാണ്. ഇനി അടുത്ത മത്സരം ഇത്തിഹാദില് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് വരാൻ പോകുന്നുണ്ട് 19-ാം തീയതി. ആ മത്സരത്തിൽ ജയിക്കുന്നവരായിരിക്കും എന്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടച്ച് അടിക്കാൻ പോവാ. ആ മത്സരത്തിൽ സിറ്റി ജയിക്കുകയാണെങ്കിൽ ജസ്റ്റ് 3 പോയിന്റ് ഗ്യാപ്പ് ആവും. ആഴ്സണൽ ജയിക്കുകയാണെങ്കിൽ 6 പോയിന്റ് ഗ്യാപ്പ് ആവും. ആഴ്സണൽ ജയിക്കുകയാണെങ്കിൽ 6 പോയിന്റ് ഗ്യാപ്പ് ആവും. അപ്പോ അത് അവിടെ തീപ്പാറിക്കൊണ്ട് നടക്കുന്നുണ്ട്. ടൈറ്റിൽ റേസ് ഇങ്ങനെ ഔട്ട് ഓഫ് ഫിനിഷിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കാം? ചാമ്പ്യൻസ് ലീഗിൽ നോക്കുകയാണെങ്കിൽ ആഴ്സണലിനായിരിക്കും സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലോട്ട് കടക്കുക. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്, ഗോൾ പ്രഡിക്ഷൻ ആരായിരിക്കും ജയിക്കുക, എത്ര ഗോൾ എന്നുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ മുന്നുള്ള വീഡിയോകളിലൊക്കെ ചെയ്ത പോലെ നമുക്ക് ഇതിനൊരു നറുക്കെടുപ്പ്, നമ്മുടെ പ്രഡിക്ഷൻ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞു. ഇനി ഒരു നറുക്കെടുപ്പിലൂടെ നമുക്ക് ആരായിരിക്കും ജയിക്കാന്നുള്ളത് ജസ്റ്റ് നോക്കിയാലോ. അപ്പൊ നമ്മള് നറുക്കെടുപ്പിലേക്ക് നോക്കുകയാണ്. അപ്പൊ ഇതിൽ ആരായിരിക്കും വിജയിക്കാന്നുള്ളത്. അപ്പൊ റെയ്ഹാൻ ആദ്യത്തെ ബാഴ്സലോണ അടിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ മത്സരം നോക്കുകയാണെങ്കിൽ എവിടെ ഈ ചീട്ടാ ഞാൻ അടുത്തത് നാളെ ബാഴ്സലോണ മറികടന്ന് വരാൻ പോകുന്നതാണ്. അപ്പൊ അടുത്ത മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് ലിവർപൂൾ വിസസ് PSG മത്സരം. അതിൽ ആരായിരിക്കും എന്നുള്ളത് കർണാടക. ഓക്കെ എടുത്തോ. അതേതാ? ലിവർപൂൾ. ലിവർപൂൾ ഇത് പ്രഡിക്ഷൻ മൊത്തം അടിപൊളിയായിരിക്കും. അപ്പൊ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് വിസസ് നമ്മളെ ബയൺ മ്യൂണിക്ക്. അപ്പൊ ഇത് നോക്കണെങ്കിൽ ഈ ചീട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ആരാന്ന് വെച്ചാൽ ബയൺ മ്യൂണിക്ക്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ടുള്ളതാണ്.
സ്പോർട്ടിംഗ് CP അപ്പൊ മൊത്തം പാളനാ നടത്തുക എല്ലാം അല്ല മൊത്തം പാളെന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ മൊത്തം പാളനെന്ന് എന്താണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടീമുകളൊക്കെ വരും. ആഴ്സണലും അതേപോലെ ബാഴ്സലോണയും റയൽ മാഡ്രിഡ് ഒക്കെ സെമിഫൈനലിലേക്ക് വരും, കംബാക്ക് അടിച്ചിട്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.